രാജാതി രാജാവും കർത്താതി കർത്താവുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത അവിടുത്തെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവിടുത്തെ യെരൂശലേം യാത്രയെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളത്തിൽ ക്രിസ്തു വളരുവാനും ഞങ്ങളുടെ ഉള്ളത്തിൽ കർത്താവ് വാഴുവാനും അവിടുത്തെ ഹിതപ്രകാരം ഞങ്ങളെ തന്നെ രൂപപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്ന് ഹോസന്ന ഞായറാഴ്ചയായി അവിടുത്തെ തിരുസന്നിധി കാര്യങ്ങൾ അടുത്തു വന്നു അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ പാടി സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ ഹോസന്ന എന്ന് പാടുവാൻ തക്കവണ്ണം ഉയർത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവേ, അവിടുത്തെ എളിമയുടെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിത മേഖലകളിൽ രാജാതി രാജാവായ കർത്താവിനെ ഉയർത്തിക്കാട്ടുവാൻ, കർത്താതി കർത്താവായ യേശുവിനുള്ള വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാൻ, അതിലൂടെ കർത്താവെ അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കും. കർത്താവെ, നിത്യരാജാവായ കർത്താവിനെ അവിടുത്തെ തിരുസന്നിധിയിൽ താണുമടങ്ങിക്കൊണ്ട് അർത്ഥവത്തായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഒരുക്കുക. ക്രിസ്തുവിനെ വഹിക്കുന്നവരാക്കി ഞങ്ങളെ തിരുത്താം. ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കും. ആരാധനയിൽ വന്നുപോയ കുറവുകൾ, കർത്താവെ ബലഹീനതകൾ ഞങ്ങളോട് ക്ഷമിക്കണം. വീണ്ടും അവിടുത്തെ തിരുസന്നിധി വരെയും അവിടുത്തെ തിരുകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായ സ്തോത്രം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനായ ഉപനാഥനായ ഞങ്ങളെല്ലാവരോടും കൂടെ ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടിട്ട് നമ്മൾ വരാണമേ. കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.